both the executive committee and the subcommittee who was in charge of the annual day worked very hard to bring this day to realization. One of them is there ready to help us. We welcome Ms. Sujya Narakan, our Councillor Chief. We are very happy to have with us the President of EDRAC, Mr. Ashok Kumar. We welcome Mr. Ashok Kumar to speak. We have the chairperson of Ernakulam YMCA South. We welcome Advocate Xavier. Almost everything that happens today. We welcome Advocate Mohan, C.V. Mohan. We welcome Mr. Anand. She is not only the treasurer, she is also the convener of the subcommittee that heads this annual meeting. We welcome Raju. Finally, again, any meeting becomes great and grand and successful only if the audience makes it great. We welcome each member of the Kirwa family, the audience, to give yourself a big hand. Let's celebrate. Thank you so much, Vice President of Kirwa, Mr. T. Thomas. Now we'll be moving on to the inauguration function. I would like to begin by thanking all the members of the association for your active participation and support throughout the year. We have successfully completed several projects and initiatives that have improved the quality of life and environment of our community. I would like to thank our main sponsors, Sysmatech and HDFC Bank more so, and our other members also who have taken up good number of sponsorships for this annual day. Let's come to our Vice President. കൗൺസിലറായി ചാർജ് എടുക്കുമ്പോൾ ഇന്ദിരാനഗറിനെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നം നമ്മുടെ പണ്ടാരച്ചർ പാലം പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു. ആദ്യത്തെ കോൺട്രാക്ട് ഇട്ടിട്ട് പോയി, രണ്ടാമത്തെ കോൺട്രാക്ട് ഇട്ടിട്ട് പോയി, മൂന്നാമതൊരാളെ നമ്മൾ തപ്പി കണ്ടുപിടിച്ചു എന്ന് പറയാം. നമ്മളുടെ രാജ്യത്തെ ഉന്നതിയിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരാൾ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന പോലെയുള്ള നമ്മുടെ ചെറിയ സേവനങ്ങളായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തെല്ലാം പറഞ്ഞാലും ശരിയാണ്, വളരെ സപ്പോർട്ടുകൾ എനിക്ക് ഇന്ദിരാനഗർ അസോസിയേഷൻ തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട നേരത്തെ ഉണ്ടായിരുന്ന മോഹൻ സാറ്, തോമസ് സാറാണ് ഞാൻ കൂടുതൽ ഇപ്പോഴുള്ള എന്നതിൽ മോഹൻ സാറിനേക്കാൾ കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നതും സംസാരിച്ചിരിക്കുന്നതും. പിന്നെ നമ്മുടെ സ്വാമി, മാമി, എല്ലാവരും ഒരുപാട് മുഖങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. എല്ലാവർക്കും നമ്മുടെ ഈ അസോസിയേഷൻ്റെ വാർഷികത്തിൻ്റെ എല്ലാ ഭാവങ്ങളും നേരുന്നു. നമസ്കാരം. ഈ അസോസിയേഷൻ മീറ്റിങ്ങിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യമായി പറയാം, ഇത്രയും ആളുകളൊന്നും ഈ മീറ്റിങ്ങിൽ വരാറില്ല. അതും ഈ അസോസിയേഷൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു മീറ്റിങ്ങിൽ പോയി, 200 ഫാമിലിയുള്ള സ്ഥലത്ത് ഇതിൻ്റെ പകുതി പോലും. രണ്ടാമത് ഡിജിറ്റൽ യുഗത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഇത് പല അസോസിയേഷനുകളിലും ഞാനത് പറയുന്നതായിരിക്കും. വളരെ നല്ലൊരു സംഭവമാണ്. കാരണം നമ്മൾ പേപ്പറും പരിപാടിയൊക്കെ മാറ്റി ഡിജിറ്റൽ ഇതിൽ എല്ലാവരെയും ഒരുമിച്ചൊരു അഡ്രസ്സ് കിട്ടുക നല്ലൊരു കാര്യമാണ്. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. എന്നാൽ കഴിയുന്ന രീതിയിൽ ഇന്ദിരാനഗർ നിവാസികൾക്ക് എല്ലാ സപ്പോർട്ടും നൽകുന്ന ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണി തൊട്ട് 4 മണി വരെ എറണാകുളം ജില്ലയുടെ മീറ്റിംഗ് ആയിരുന്നു, ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു.
എറണാകുളം ജില്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റെസിഡൻസ് അസോസിയേഷൻ്റെ ശക്തി കേന്ദ്രമാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് നമ്മുടെ കുട്ടികളെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരിക. വീണ്ടും വീണ്ടും നല്ല നല്ല ആഘോഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ആക്ട് അനുസരിച്ച്, ചാരിറ്റബിൾ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്ന സംഘടനകൾക്കാണ് ഔപചാരികമായി ഔദ്യോഗികമായി അധികാരികളുടെ പക്ഷത്തു നിന്ന് ക്ഷണം ലഭിക്കുകയും ഈ ചർച്ചകളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യുക. ഇത്രയും ചെറിയ ഒരു കാലയളവിൽ പല പ്രാവശ്യം ഈ അസോസിയേഷൻ്റെ പേരിൽ YMCA ഒരുമിച്ച് ചേർന്ന് വളരെയേറെ കാര്യങ്ങൾ സംയുക്തമായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വളരെ ഭംഗിയായി പ്രവർത്തിക്കുകയും അടുക്കും ചുറ്റിയോടും കൂടി പ്രവർത്തിക്കുകയും നിയമത്തിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇതിൻ്റെ ഭാരവാഹികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ എഡ്രാക്കിൻ്റെ ഭാരവാഹി ഇവിടെ പറഞ്ഞു, ഇതിനേക്കാൾ അംഗസംഖ്യയുള്ള റെസിഡൻസ് അസോസിയേഷനുള്ള മീറ്റിങ്ങുകളിൽ പോയാൽ പോലും ഇത്രയധികം പ്രാതിനിധ്യം യോഗങ്ങളിൽ ഉണ്ടാവാറില്ല. ഇനിയും അതുപോലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ആവശ്യം വന്നാൽ അതിനുവേണ്ടി സഹകരിക്കുന്നതിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഇത്രയും മഹത്തായ ഈ യോഗത്തിന് YMCA പേരിൽ എന്നെ ക്ഷണിച്ചതിന് YMCA പേരിലും എൻ്റെ പേരിലും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. President Dr. C.V. Mohan, other dignitaries on the dais, dear friends. The achievements of the present committee during our team, petition was handed over to the mayor through the councillor to allocate funds to lift the bridge to facilitate free flow of water in the YMCA junction. സമാധാനം നൽകുന്നതിനായിട്ട് നമ്മുടെ കൗൺസിലർ ശ്രീമതി സുജാ ലോലപ്പനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് കുട്ടികളുടെ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഫസ്റ്റ് പ്രൈസ് നിധി. അടുത്ത മത്സരം പൊട്ടറ്റോ റേസ് ആണ്. പൊട്ടറ്റോ റേസിൽ ഫസ്റ്റ് പ്രൈസ് റിയാൻ സുജിൻ. ഇനിയും ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പൊ എല്ലാവരും അത് ഗിഫ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ഇനി ഇതല്ലാണ്ട് എനിക്ക് നന്ദി പറയാനുള്ളത് നിങ്ങളോടാണ്. അതായത് കാരണം ഞങ്ങളുടെ വീടുകളിലേക്ക് ഓരോരുത്തരുടെ വീടുകളിലേക്ക് വരുമ്പോഴും ആ നിങ്ങളുടെ ഒരു എന്താ പറയാ ഞങ്ങൾക്കൊരു എനർജി തരികയാണ്. കാരണം നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളൊപ്പം ഉണ്ട്. ശരിയല്ലേ? അതായത് ഞങ്ങൾക്ക് നല്ലൊരു എനർജിയാണ്, പ്രവർത്തിക്കാനായിട്ടുള്ള നല്ലൊരു എനർജിയാണ്. അതായത് നിങ്ങൾ പ്രവർത്തിച്ചോ, നിങ്ങൾ ചെയ്തോ, അതിനുള്ള
നിലാക്കുളിരിലുലാവും നെയ്യാമ്പൽ പൂങ്കനവായി നീ നിന്തളങ്ങൾ കൺതുറക്കെ കാമനുണർന്നല്ലോ. Papa,